ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സാംസങ്ങിൻ്റെ ഒരു നോട്ട് 10 പ്ലസ് ആണ്. ഇതിന് കംപ്ലൈൻറ്റ് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, അതാണ് കംപ്ലൈൻറ്റ് ഉള്ളത്. അപ്പോൾ ബ്ലൂടൂത്ത് വർക്കിംഗ് ആണ്, ബ്ലൂടൂത്ത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വൈഫൈയിലാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ലൈൻ ചെറിയൊരു മിസ്സിങ് എന്നുണ്ട്. ഞാൻ ജസ്റ്റ് ബോണിയോൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു ലൈൻ മിസ്സിങ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് വൈഫൈൻ്റെ ICയിലുള്ള ബോർഡിൽ ഡ്രൈ ആയതാണ്. അപ്പോൾ CPU നിന്ന് വരുന്നൊരു കണക്ഷൻ മിസ്സിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് IC എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റീബോൾ ചെയ്തിട്ട് നോക്കാം, വൈഫൈ വർക്ക് പോകും നോക്കാം. അപ്പം വർക്കിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നല്ല നല്ല ടെക്നിക്കൽ വീഡിയോകൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വൈഫൈൻ്റെ IC എടുത്തിട്ട് റീബോൾ ചെയ്യുകയാണ്. ഇതിൻ്റെ സൈഡിൽ ഒരുപാട് ഗമ്മുകൾ ഉണ്ടാവും. അപ്പോൾ ഗമ്മ് കറക്റ്റ് നമ്മൾ നല്ല നോക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്തുള്ള കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ഡാമേജ് ആവുന്ന ശ്രദ്ധിക്കണം. കറക്റ്റ് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ഗമ്മ് കട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പേസ്റ്റ്, സോൾഡറിങ് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നാലും കറക്റ്റ് നമുക്ക് IC റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ സേഫായിട്ട് നമ്മൾ IC എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി IC ഒന്ന് ക്ലീൻ ചെയ്യണം, അതേപോലെ നമ്മുടെ ബോർഡും ക്ലീൻ ചെയ്യണം. അപ്പോൾ രണ്ടും നല്ല സേഫായിട്ട് തന്നെ സോൾഡറിങ് വിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ടിൻഡർ ഉപയോഗിച്ചിട്ട് നന്നാക്കി ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അവിടെയൊക്കെ പോയിന്റുകളൊക്കെ ICൻ്റെ ഓരോ പോയിന്റുകളുണ്ടല്ലോ, അതൊക്കെ ക്ലിയർ ആണെന്ന് കറക്റ്റ് നോക്കണം, അല്ലെങ്കിൽ IC കറക്റ്റ് ഇരിക്കില്ല. അത് നോക്കിയിട്ട് കുറച്ച് സോൾഡറിങ് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വീണ്ടും വിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മദർ ബോർഡ് ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ICയും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യണം. ഇത് ഓൾറെഡി ഗമ്മിട്ട് വരുന്ന IC ആയതുകൊണ്ട് നമുക്കിതിൽ ICൻ്റെ ഓരോ പോയിന്റുകളും നല്ല ഗമ്മുണ്ടാവും. അതൊക്കെ കറക്റ്റായിട്ട് നന്നാക്കി സോൾഡറിങ് ഉപയോഗിച്ചിട്ട്, സോൾഡറിങ്ങിൻ്റെ അയൺ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ,
നമ്മൾ IC ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ IC കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് റീബോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. റീബോൾ ചെയ്ത ടൈമിൽ അതിൻ്റെ കറക്റ്റ് സ്റ്റെൻസിൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ യൂണിവേഴ്സൽ സ്റ്റെൻസിൽ ഒരുപാട് വരുന്നുണ്ട്, യൂണിവേഴ്സലായിട്ട് വരുന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യം പോലെ യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് റിസ്ക് ആയിരിക്കും. നിങ്ങൾ മാക്സിമം ഇതിൻ്റെതായ ഒറിജിനൽ സ്റ്റെൻസിൽ ഉപയോഗിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റെൻസിൽ കറക്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വൈഫൈ വർക്കിംഗ് ആണോ എന്നുള്ളത്.